Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സൗഖ്യം നൽകുന്ന ആരാ? യേശു. വിശുദ്ധ ബൈബിളിൽ ഏതൊക്കെ വിധത്തില് സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇന്നും നടക്കും. കാരണം യേശു ഇന്നും ജീവിക്കുന്നു, അവൻ സർവശക്തനാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ എങ്ങനെയൊക്കെ സൗഖ്യം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടക്കും. നിഴൽ അടിച്ചാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുമോ? നിഴലടിച്ചാൽ സൗഖ്യം പ്രാപിക്കുമോ? ഉറപ്പല്ലേ? നിഴലടിച്ചാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ കർത്താവിന് അസാധ്യമാണ്. നമ്മുടെ വിശ്വാസം ശക്തമാവണം. എൻ്റെ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്താ പേരെന്താ? സാബു. എവിടുന്നാ വരുന്നത്? മൂന്നാർ. ഏത് ചെവിയുടെ കേഴുപോയത്? എനിക്ക് ഈ ചെവി കേൾവില്ല. ഇടത്തെ ചെവി കേഴുപോയതാ. എത്ര വർഷമായി? എനിക്ക് ചെറുപ്പത്തിലെ ചെറുതായിട്ട് കേൾക്കായിരുന്നു, പിന്നീട് പ്രായമായി കേൾവി നഷ്ടപ്പെട്ടു പോയതാ. ഇടത്തെ ചെറുപ്പത്തിൽ കേൾക്കായിരുന്നു, പിന്നീട് കേൾവി നഷ്ടപ്പെട്ട. വളരെ ചെറുപ്പത്തിലെ കേഴുപോയതാണ് അല്ലേ? ആ അല്ല, ഉദ്ദേശം എത്ര വയസ്സുള്ളപ്പോഴാണ്? 10 വയസ്സുള്ള. ഇപ്പൊ എത്ര വയസ്സായി? 56 വയസ്സോളം പ്രായമുണ്ട്. 10 വയസ്സോളമുള്ളപ്പോൾ ഏകദേശം ഒരു 46 വയസ്സൊക്കെ, 46 വർഷമായിട്ട് കേൾവിയുടെ ഒരു പ്രശ്നമുണ്ട് ഈ ചേട്ടന്. ഓപ്പറേഷൻ പറഞ്ഞിരിക്കണം. പറഞ്ഞിട്ട് ധാരമുള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ചെവിയുടെ ഡയഫ്രത്തിന് ദ്വാരം വീണ് പോയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ ചേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സൗഖ്യം തരുമോ? തരും, തീർച്ചയായിട്ടും. വിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്. ഓക്കെ, ലൈറ്റ് ഒന്ന് അണയ്ക്കാമോ? ഇവിടെ നിൽക്കുക, അവിടെ നീ നിൽക്കുക, അവിടെ നീ നിൽക്കുക, അവിടെ നിൽക്കുക. ഹല്ലേലൂയ. എൻ്റെ നിഴലുണ്ടോ? കാണാമോ നിങ്ങൾക്ക്? എൻ്റെ നിഴൽ കാണാമോ? നിഴൽ കാണാമോ? കാണാമോ? എൻ്റെ നിഴൽ കാണാം. ഇത് കാണത്തില്ല, നെല്ല് കാണത്തില്ലേ? കാണാം. വിശുദ്ധ ബൈബിളിൽ ഞാൻ ഈ ചേട്ടന് എൻ്റെ നിഴലിൻ്റെ മറവില. ശരിയാണോ? ഇപ്പം വിളിച്ചതാ അല്ലേ? അതെ, ഇപ്പോൾ നിഴലിൻ്റെ മറവിലാണ് ചേട്ടൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. ഹല്ലേലൂയ. നിഴലിന്റെ മറവിൽ തന്നെയാണ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം പറയുന്നു: അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി സമൂഹ മധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സമൂഹ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുക അങ്ങനെയുള്ളതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ?
ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ലൈറ്റ് അങ്ങ് ഓഫാക്കി നിഴൽ നിങ്ങൾ ബോധ്യപ്പെട്ടു. ഈ ചെവി കേൾക്കാം. മറ്റേ ചെവി അടച്ച്, ആ ചെവി അടച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. യേശുവേ, അങ്ങ് മാത്രമാണ് ഏകരക്ഷകൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാബു, ഷേർലി, 2 പേര്, മൂന്നാർ. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 10 വയസ്സുള്ളപ്പോൾ മുതൽ നഷ്ടപ്പെട്ട കേൾവി ഇപ്പോൾ 46 വർഷമായി ആ ചെവി ഇപ്പോൾ കേൾക്കാം. ആ ചെവിക്ക് ഡയഫ്രം ദ്വാരം വീണ് പോയതാണ് അല്ലേ? ദ്വാരം വീണിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ദ്വാരം വീണ് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ചെവി കർത്താവ് തൊട്ട് കഴിഞ്ഞു. ആരാ സൗഖ്യം നൽകിയത്? നിഴൽ അടിച്ചാൽ രോഗി സൗഖ്യം പ്രാപിക്കുവോ? പ്രാപിക്കുവോ? പ്രൈസ് ദി ലോർഡ്. സന്തോഷമായി, സന്തോഷമായി. എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. Oh Jesus, you are my Lord. Oh Jesus,